അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് ഒരു മാസം പിന്നിട്ടു. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് ആ വലിയ മഹാദുരന്തം ഉണ്ടായത്. അത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ നിരവധി ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ വിമാനത്തിൻ്റെ പൈലറ്റാണ് ഈ വിമാനം തകർത്തതെന്ന തരത്തിൽ വലിയൊരു പ്രചാരം നടക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക വൃത്തങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരെല്ലാം തന്നെ ആ ഒരു വാദത്തെ ഇപ്പോൾ തള്ളിക്കളയുകയാണ്. കാരണം ഇതൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ്. അത് ഒരു നിഗമനങ്ങളിലേക്ക് എത്താൻ പര്യാപ്തമായ തെളിവുകൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഇത് സംബന്ധിച്ച് ഈ പൈലറ്റുമാരുടെ സംഘടന പോലും ഒരു നിലപാടെടുക്കുന്ന സാഹചര്യം വന്നു. കാരണം ഈ അന്വേഷണ സംഘത്തിൽ പൈലറ്റുമാർ അല്ലെങ്കിൽ സാങ്കേതിക തികവുള്ള വിദഗ്ധർ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ പൈലറ്റുമാരുടെ ഒരു പ്രതിനിധി ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു നിരീക്ഷകനായി ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്നാലും ഇത്തരത്തിൽ വലിയൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ പുതിയ വാർത്ത വരികയാണ്. ഈ അപകടം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട്, പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് വൈകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നു, അല്ലെങ്കിൽ കുറേയൊക്കെ ആശങ്കകൾ ഇത് സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ കൃത്യമായ വിവരത്തിലേക്ക്, കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി സമയം വേണം എന്നുള്ള ഒരു കാര്യം പരിഗണിച്ചാണ് ഈ അന്വേഷണം കുറച്ചുകൂടി വിശദമായി നടക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയമെടുത്ത് തന്നെ നടത്താൻ വേണ്ടിയാണ് ഈ അവസാന അന്വേഷണ റിപ്പോർട്ട് വൈകും എന്നുള്ള സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണ അന്വേഷണം നടത്തിയിട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇന്ത്യയിലുള്ള എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കാണ് അന്വേഷണ ചുമതല. അവരിപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. നിലവിൽ എയർ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ വെച്ച് കെട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ 2017 നിലവിൽ വന്ന എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആക്സിഡൻറ്റ്സ് ആൻഡ് ഇൻസിഡൻറ്റ്സ് റൂൾസ് 2017, ഈ ഒരു നിയമപ്രകാരം ആ നിയമം വ്യവസ്ഥ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണം നടത്തുന്നത്. സർക്കാരിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ട്, അത് നിറവേറ്റുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നിലപാടെടുക്കുന്നത്. ഏത് ഘട്ടത്തിലാണ് ഒരു അന്വേഷണ സംഘത്തിന് തങ്ങളുടെ ആത്മാർത്ഥത ഇങ്ങനെ ഊന്നി പറയേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സമൂഹത്തിൽ പ്രചരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനരഹിത വാദങ്ങളാണ്. ഒരു പൈലറ്റിനെ പ്രതി ചാർത്തിക്കൊണ്ട് അദ്ദേഹം ഇത് ബോധപൂർവം ചെയ്തു എന്ന തരത്തിൽ അന്വേഷണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു വാദത്തിലേക്ക് പോകാൻ കാരണം. അതേസമയം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്വേഷണമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യൻ ഏജൻസിയാണ് അന്വേഷിക്കുന്നതെങ്കിലും അവരെ അതിന് സഹായിക്കാൻ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ പങ്കാളികളാകാൻ അന്തർദേശീയ ഏജൻസികളും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി അന്വേഷണ സംഘം ബോധപൂർവം ശ്രമിച്ചാൽ തന്നെയും ഈ അന്താരാഷ്ട്ര ഏജൻസികൾ അതുമായി സഹകരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ അബദ്ധജടിലമായ വാർത്തകൾ അതൊക്കെ തള്ളിക്കളയാൻ നമുക്ക് പര്യാപ്തമാകും. ഉദാഹരണമായി പറഞ്ഞാൽ, അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എന്നൊരു സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു ഏജൻസിയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിമാനങ്ങളും തന്നെ ഈ അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് നിർദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇവരുടെയൊക്കെ ഒരു നിരീക്ഷണം ഈ അന്വേഷണത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അമേരിക്കയിൽ തന്നെയുള്ള ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി, അതേപോലെ തന്നെ ബോയിങ്ങിൻ്റെ, അല്ലെങ്കിൽ GE എന്ന് പറയുന്ന വിമാന എഞ്ചിൻ നിർമ്മാണ കമ്പനി, ഇവരുടെയൊക്കെ ഏജൻസികൾ അല്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾ തന്നെ ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഒരു പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് നമുക്ക് സമർപ്പിക്കാനാകൂ. നിലവിൽ പ്രചരിക്കുന്ന സിദ്ധാന്തം, ഈ പൈലറ്റ്, മുഖ്യ പൈലറ്റ് 56 വയസ്സുള്ള സുഭീഷ് സഗർവാൾ എന്ന് പറയുന്ന പൈലറ്റ് ബോധപൂർവം ഈ വിമാനം അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് ചാടിച്ചു എന്നുള്ളതാണ് വാദം ഉയരുന്നത്. എന്നാൽ അത് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ അയാൾ ചോദിക്കുന്നുണ്ട്,
എന്തിനാണ് നിങ്ങൾ ഈ വിമാനത്തിൻ്റെ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത്? അപ്പോൾ ഈ പറയുന്നയാൾ നിഷേധിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിനപ്പുറം ഒരു വീഡിയോ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം വിമാനത്തിൻ്റെ കോക്പിറ്റിൽ നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ വെച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം വേണം എന്നുള്ള ആവശ്യം ഈ അപകടത്തോടെ ഉയർന്നു വരികയാണ്. കാരണം ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഈ പൈലറ്റുമാരുടെ ശരീരഭാഷ ആ സമയത്ത് എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ പൈലറ്റുമാർ ഏതെങ്കിലും തരത്തിൽ അതായത് ചെയ്യേണ്ടതല്ലാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വീഡിയോ തെളിവുകളില്ല. അതായത് ഈ മുഖ്യ പൈലറ്റ് ബോധപൂർവം തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വാദത്തിനെങ്കിലും അംഗീകരിച്ചാൽ തന്നെയും അത് ചെയ്തതിന് തെളിവ് വേണമല്ലോ. അയാൾ ആ സ്വിച്ച് നിയന്ത്രിച്ചതായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ മാനസിക അസ്വാസ്ഥ്യത്തെ തുടർന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അയാൾ ജീവനെടുക്കാൻ, ഇത്രയും പേരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം തകർത്തുകൊണ്ട് ജീവനെടുക്കാൻ തീരുമാനിച്ചാൽ തന്നെയും അതിനുള്ളൊരു ശരീരഭാഷ ഉണ്ടാകുമല്ലോ. അത് സംബന്ധിച്ചുള്ള തെളിവുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ വാദം ഉയർന്നു വരികയാണ്. കോക്പിറ്റിൽ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം കൂടി വേണം. അതായത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ നിർണായക തെളിവ് ശേഖരിക്കാൻ വീഡിയോ റെക്കോർഡിംഗ് സഹായകരമാകും എന്നുള്ളതാണ് വാദം. എന്നാൽ കാലാകാലങ്ങളായി ഈ ആവശ്യം ഉയർന്നു വരുന്നെങ്കിലും ആ ആവശ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു വിമാനം എന്ന് പറയുന്നത് മണിക്കൂറുകൾ നീളുന്ന യാത്രയിലാണ്. അപ്പോൾ 2 പൈലറ്റുമാരും വിശ്രമിക്കുന്ന ഘട്ടമുണ്ട്, സ്വകാര്യമായി സംഭാഷണം നടത്തുന്ന, തമാശകൾ പങ്കിടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിംഗ് അവരുടെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ള ഒരു കാരണത്താലാണ് ഇതുവരെ ആ വാദത്തെ പലരും തള്ളിക്കളഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോക്പിറ്റിലെ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം അത് ഉണ്ടാകണമെന്നുള്ള ആവശ്യം പ്രസക്തമാവുകയാണ്. അതേപോലെ തന്നെ ഈ അപകടത്തിൽ നമുക്ക് നിർണായക തെളിവായി കിട്ടിയത് വോയിസ് റെക്കോർഡറും വിമാനത്തിൻ്റെ ഡാറ്റയുമാണ്. അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും ഇത് സംബന്ധിച്ചുള്ള ഒരു ഇൻ്റർ കണക്ഷൻ, അതായത് കിട്ടിയ ശബ്ദശകലവും അതിൻ്റെ സമയവും വിമാനത്തിൻ്റെ ഡാറ്റ റെക്കോർഡറിൽ സൂചിപ്പിച്ചിട്ടുള്ള സമയവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വന്ന വിവരങ്ങൾ പ്രകാരം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3-ാമത്തെ സെക്കൻഡിൽ വിമാനത്തിൻ്റെ 2 എഞ്ചിൻ്റെയും ഫ്യൂവൽ സ്വിച്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് പോയി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്വിച്ച് അപ്പോഴാണ് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുക എന്തിനാണ് ഇതിങ്ങനെ ചെയ്തതെന്നുള്ളൊക്കെ സംഭാഷണം ആ ഘട്ടത്തിലാണ് വരുന്നത്. പിന്നീട് ഈ കട്ട് ഓഫ് ചെയ്തു എന്ന് പറയുന്ന സ്വിച്ച് 10 സെക്കൻഡിന് ശേഷമാണ് റൺ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുന്നത്. 2-ാമത്തെ എഞ്ചിൻ്റെ സ്വിച്ച് ഒരു 4 സെക്കൻഡിന് ശേഷം അതും റൺ എന്ന പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് വിമാനം സ്വാഭാവിക നിലയിൽ എത്തിക്കാനായിട്ട് പൈലറ്റുമാർ ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതിനനുസരിച്ച് വിമാനത്തിൻ്റെ ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ സംവിധാനം ഈ ഫ്യുവൽ അതായത് ഇന്ധനം വരുന്ന മുറയ്ക്ക് എഞ്ചിനെ പ്രവർത്തനക്ഷമമാക്കിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ നിർണായക ചോദ്യം ഉയരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സെൻസറുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചോ, അല്ലെങ്കിൽ ഈ വിമാന എഞ്ചിൻ രണ്ടാമത് പ്രവർത്തിക്കാൻ ആവശ്യമായ സമയം ലഭ്യമായോ ഇല്ലയോ എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സെൻസറുകൾക്ക് കൃത്യമായ തകരാർ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഈ അന്വേഷണത്തിൽ നിർണായക സംഗതിയാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ച നിമിഷങ്ങൾ മാത്രം ഉള്ള ഒരു ശബ്ദശകലത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു നിഗമനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇതിൻ്റെ ഉത്തരവാദിത്വം, ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ മെയിൻ പൈലറ്റ്, സീനിയർ പൈലറ്റിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഇത് എല്ലാവരും ഒഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം. അതായത് ഈ വ്യോമയാന മേഖലയിൽ ഒരു നിഗൂഢമായ അല്ലെങ്കിൽ ഒരു പരസ്യമായ രഹസ്യം ഉണ്ട്. അതായത് ഒരു വിമാനം തകർന്നു കഴിഞ്ഞാൽ ആ തകർന്ന വിമാനത്തിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പൈലറ്റുമാരും മരിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം അയാളുടെ തലയിൽ കെട്ടിവെക്കുക. ഇനി ഈ പൈലറ്റ് ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ വിചാരണ ചെയ്യുക എന്നുള്ള ഒരു തത്വം ഈ വ്യോമയാന മേഖലയിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ രീതിയിലോട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ അന്തിമ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഈ അപകടത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുവരെയും കാത്തിരിക്കേണ്ടി വരും.